ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സിനിമയുടെ പേര് വന്നിട്ടാണെങ്കിൽ വിജയുടെ ഒരു സിനിമയിലെ ഒരു ഡയലോഗാണ് പേരായിട്ടിട്ടേക്കുന്നത്. എൽ തക്ക സെയ്യ എന്നാണ് സിനിമയുടെ പേര്. എൻ്റെ അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഓരോ സിനിമ കണ്ടിൽ വെച്ച് ഇത്രയേറെ ദുരന്തം പിടിച്ച സ്ക്രിപ്റ്റുള്ളൊരു സിനിമ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് എന്ത് രീതിക്ക് എൻ്റെ ദൈവമേ ഈ പടം എടുത്ത് വെച്ച് ചിന്തിക്കുന്നത്. ഇത് എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു നായകന് ഒരു നായികയും. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നായകൻ ഒരു സ്വപ്നം കാണുകയാണ്, സ്വപ്നം കൊണ്ട് വല്ലാണ്ടങ്ങ് ഭയപ്പെടുകയാണ്. ആ സ്വപ്നങ്ങളൊക്കെ റിയൽ ലൈഫിൽ നടക്കുമോ ഇല്ലെന്നുള്ളതാണ് തീം. ഈ ഒരു സ്വപ്നം വെച്ച് ഒരു 2 മണിക്കൂർ പടം ഓടിച്ച് എങ്ങനെ ഇരിക്കും? ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും, സംഭവിക്കുന്നൊന്നും ഒന്നും കാണിക്കുന്നില്ല. നായകനിടയ്ക്കിടയ്ക്ക് ഓരോ സ്വപ്നം കാണുന്നു, പിന്നെ അത് കണ്ട് പേടിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, നായിക അപ്സെറ്റ് ആവുന്നു, അങ്ങനെ എന്തൊക്കെയോ കുറേ ചളി കോമഡികൾ. ഏത് നായകനെന്ന് അറിയാൻ പറ്റും. ഏതോ ഒരു നായകനും ഏതോ ഒരു നായികയും പിന്നെ കുറേ സഹതാരങ്ങളും ഉൾപ്പെടുത്തി ഇത് എന്തിന് ഈ സിനിമ എടുത്ത പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ഇതിൻ്റെ ഒരു കാര്യമില്ലാത്തൊരു പടം. ഇത് എന്തിനിങ്ങനൊരു പടമൊക്കെ എടുത്ത് ഈ ആൾക്കാരെ വെറുതെ ഒരു കുറേ ഫ്രെയിമും കുറേ സമയവും വേസ്റ്റാക്കുന്നു, കുറേ പൈസയും വെറുതെ വേസ്റ്റാക്കുന്നു. ഒരു തരിക്കെങ്കിലും വല്ല എലമെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അത്രയേറെ ഞാൻ വെറുത്തുപോയൊരു പടം ഈ ഒരു സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് പറയണം, ഇത്രയേറെ ഒരു ഓഞ്ഞ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നായകൻ്റെ പെർഫോമൻസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവനെ തല്ലി കൊല്ലാൻ തോന്നുന്നു അമ്മാതിരി ഒരു പെർഫോമൻസ്. അഭിനയത്തിൻ്റെ ABCD പോയിട്ട് ഒരു കൂടെ പകുതി പോലും ഒരെണ്ണടുത്ത് ഒരു നടൻ. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നായക ചുമ്മാ കിടന്ന് കരയുന്നു, അപ്സെറ്റ് ആവുന്നു, പിന്നെ കുറേ ബെഡ് സീനുകൾ, അങ്ങനെ ഇങ്ങനെ കുറേ വെള്ളകൂടി സീനുകൾ, കുത്തിക്കെറ്റി അവസാനം കൊണ്ട് കാണിക്കുമ്പോൾ നായകനൊക്കെ വെറും ലോക്കലാണെന്നുള്ള ഒരു സെറ്റപ്പിൽ പടം കാണിക്കുകയാണ്. വെറും ലോക്കൽ എന്നുള്ള രീതി കാണിച്ചിട്ട് അപ്പോൾ ഇത്ര നേരം കണ്ടതൊക്കെ പിന്നെ എന്തുവാണെന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. ഭയങ്കര റിച്ച് ലൈഫാണ് ചോദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവസാനം കാണിക്കുന്നത് നായക ഭയങ്കര ലോക്കൽ എന്നാണ് കാണിക്കുന്നത്. ഒരു ഉപയോഗമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ഞ പരട്ട പടം എന്ന് വേണമെങ്കിൽ പറയേണ്ട. വെറുതെ വല്ല സിനിമ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിൽ വല്ല കഞ്ചുദാനം കൊണ്ട് കൊടുത്തെങ്കിൽ പിന്നെ ഒരു പുണ്യമെങ്കിലും കിട്ടും ഈ ആഹാരം ഇല്ലാത്തവർക്കൊക്കെ. അമ്മാതിരി ഒരു പടം, ഒരു നിലവാരമില്ലാത്തൊരു കോപ്പിലെ പടം. ദയവ് ചെയ്ത് ആരും അറിയാതെ പോലും എടുത്തിരുന്ന് കാണുന്നത് മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. ഇത്രേ പറയുള്ളൂ. എനിക്ക് ഒരു ഓഞ്ഞപ്പടത്തിനെ പറ്റി വല്ലാത്തൊരു ദുരന്തം പടം, ഇത്ര പറയാനുള്ളൂ.